കത്തിൽ കിട്ടുന്ന പിടിവലിയ അതുമില്ല എന്ന് ബോധ്യായി. അപ്പൊ അവസാനം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്ന സലാം റസൂലുള്ളാഹിനോട് സഹായം തേടലാണ്. അപ്പൊ 4 ഇമാമിങ്ങളും അങ്ങനെ ചൊല്ലുന്നില്ലേ എന്ന് പേരോടെ പറഞ്ഞു തരാം. 4 ഇമാമിങ്ങൾ മാത്രമല്ല എങ്കിൽ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും എന്തിനാ നിങ്ങൾ 4 ഇമാമിങ്ങളുടെ പേരിൽ മാത്രം ഒതുക്കിയത്? അതാ ബുദ്ധിയും ബോധവും വിവേകവുമുള്ള സർവ മുസ്ലിം പുരുഷന്മാരും സർവ മുസ്ലിം സ്ത്രീകളും അതാ പറയുന്നില്ലേ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഇവരൊക്കെ റസൂലുള്ളാഹിനെ വിളിച്ച് തേടുകയാണോ? നിങ്ങൾ എങ്ങനെയാ അത് ഒപ്പിക്കാൻ നോക്കിയത്? നമ്മൾ റസൂലുള്ളാഹിക്ക് സലാം പറയാണല്ലോ. അപ്പൊ റസൂലുള്ളാഹിക്ക് സലാം പറയുമ്പോ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ആരോട് സലാം പറഞ്ഞാലും ഇദാ ഹുയ്യിതും ബിതഹിയത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. നിങ്ങളിലേക്ക് സലാം കൊണ്ട് അഭിവാദ്യം നൽകപ്പെട്ടാൽ ആ രൂപത്തിൽ തന്നെ നിങ്ങൾ തിരിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തമമായ നിലയ്ക്ക് സലാം അഭിവാദ്യത്തിന് മറു അഭിവാദ്യം നടത്തണേ. ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ അയാളുടെ വ്യാഖ്യാനം പോകുന്നത് കേട്ടോ. അപ്പൊ റസൂലുള്ളാഹിനോട് നമ്മൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോ അള്ളാഹിന്റെ റസൂൽ അത് മടക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പൊ റസൂലുള്ളാഹി അത് മടക്കണം എന്ന സഹായത്തേട്ടമാണ്. ആ സഹായത്തേട്ടമാണ് നമ്മൾ അതിലൂടെ തേടുന്നത്. ഇത്ര ഗതികെട്ട് പോയല്ലോ. ചോദിക്കട്ടെ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നത് അള്ളാഹിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കലാണെങ്കിൽ നബിയും ഇത് തന്നെ പറഞ്ഞിട്ടില്ലേ? ചോദ്യം 1. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമസ്കരിച്ചപ്പോ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഓ മുസ്ലിയാരെ, റസൂലുള്ളാഹിനോട് തന്നെ ഇസ്തിഗാസ നടത്തിയോ? അള്ളാന്റെ റസൂലുള്ളാഹിനെ തന്നെ വിളിച്ച് തേടിയതാണോ? തീർന്നില്ലല്ലോ. അള്ളാന്റെ റസൂലിന്റെ പിന്നിൽ നിസ്കരിക്കുന്ന സഹാബത്തും ദൂരദേശത്ത് വെച്ച് നിസ്കരിക്കുന്ന സഹാബിമാരുമൊക്കെ അന്നും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞില്ലേ? അവരും റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടിയതാണോ? റസൂൽ അവരെ സഹായിച്ചിട്ടുണ്ടോ? മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമാണോ നമ്മൾ സലാം പറയാറ്? അതാ ഖബർസ്ഥാനിലേക്ക് ചെന്നാൽ മുസ്ലിമീങ്ങളെ, ഇസ്ലാമിൽ സുന്നത്തായ ഖബർ സിയാറത്തില്ലേ? ആ ഖബറാളികൾ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള മഖ്ബറയുടെ സമീപത്തേക്ക് അതാ പള്ളിക്കാട്ടിലായാലും പ്രത്യേകം തയ്യാറാക്കപ്പെട്ട മറ്റു സ്ഥലങ്ങളിലാണെങ്കിലും അതാ നൂറുകണക്കിന് ആളുകളെ ഖബറടക്കിയിട്ടുള്ള ഖബർസ്ഥാനിലേക്ക് മുസ്ലിമേ നമ്മൾ ചൊല്ലുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നില്ലേ? അതൊക്കെ അവരെ വിളിച്ച് സഹായം ചോദിക്കുകയാണല്ലേ? നിങ്ങളുടെ വിശ്വാസപ്രകാരം അവരും കേൾക്കുന്നുണ്ടല്ലോ, അവരും അലൈക്കുമുസ്സലാം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അവരോടും സഹായത്തേട്ടമാണല്ലേ? പേരോടെ നിങ്ങൾ ഇങ്ങനെയല്ല ഈ രൂപത്തിലുള്ള മക്ബറകളിലേക്ക് അതാ ബാപ്പയുടെ ഖബർസ്ഥാനിലാണെങ്കിലും ആരുടെ ഖബർസ്ഥാനിലാണെങ്കിലും പോയിട്ട് അതാ അസ്സലാമു അലൈക്കും പറയുമ്പോ അവരെയൊക്കെ വിളിച്ച് തേടുകയാണല്ലേ? ഇസ്തിഗാസ നടത്തുന്നുവല്ലേ? അവരെയൊക്കെ വിളിച്ച് സഹായം ചോദിക്കുന്നുവല്ലേ? തെളിവില്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ രൂപത്തിലുള്ള ദുർവ്യാഖ്യാനത്തിലേക്ക് പോകലല്ലാതെ നിങ്ങൾക്ക് യാതൊരു നിർവാഹവുമില്ല. മാത്രമല്ല നിങ്ങളോട് ചോദിക്കട്ടെ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയൽ നിർബന്ധല്ലേ? അപ്പൊ നിങ്ങളുടെ വ്യാഖ്യാന പ്രകാരം റസൂലുള്ളാഹിനോട് അതാ സഹായം തേടൽ നിർബന്ധമാണെന്നല്ലോ വരിക. എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇസ്തിഗാസ നിർബന്ധം എന്ന് പറയാതെ അതൊരു ജായിസാണ് എന്ന് നിങ്ങൾ പറയുന്നത് എന്തിനാണ്? വേണ്ടവര് ചെയ്താ മതി എന്നാണല്ലോ പറയുന്നത്. ഉദാഹരണവും പറയാറില്ലേ, അള്ളാഹു അല്ലാത്തവരോട് തേടുമ്പോ അത് ബെൻസ് കാറിൽ പോകാൻ എത്തുന്നത് പോലെ അള്ളാഹിനോട് തേടുമ്പോ ഒരു KSRTC ഉദാഹരണം നിങ്ങൾ പറയാറില്ല.